ഒരു ബസ് കാരണം ഒരു നാട് മുഴുവൻ ചോരപ്പുഴ ഒഴുകിയ കഥ നിങ്ങൾക്കറിയാമോ? വെൽക്കം ബാക്ക് ടു അൺടോൾഡ് സ്റ്റോറീസ്. ഇടുക്കി ജില്ലയിലെ ചെറിയൊരു ഗ്രാമമാണ് തങ്കമണി. ആ ഗ്രാമത്തിന് ആ പേര് വന്നതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. അതായത് ആദിവാസി മൂപ്പനായ തോപ്രാൻ പണ്ട് തൻ്റെ 5 മക്കൾക്കായി വീതിച്ചു നൽകിയ സ്ഥലങ്ങളാണ് ഇന്നറിയപ്പെടുന്ന തങ്കമണി, കാമാക്ഷി, നീലിവയൽ, പുഷ്പഗിരി, പ്രകാശൻ എന്നീ സ്ഥലങ്ങൾ. അത്തരത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി ഗ്രാമത്തിൽ 1986 ഒക്ടോബർ 21 ഈ തങ്കമണി കട്ടപ്പന റൂട്ടിലോടുന്ന എലൈറ്റ് ബസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് അന്നത്തെ കാലത്ത് ഈ തങ്കമണി ചുറ്റുപറ്റുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ പ്രധാന ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് കട്ടപ്പന ടൗണിനാണ്. അതുകൊണ്ട് തന്നെ ആ വഴിക്ക് പോകുന്ന, അതായത് തങ്കമണി കട്ടപ്പന റൂട്ടിലോടുന്ന ബസ്സുകളിൽ എപ്പോഴും തിരക്കായിരുന്നു. ഇത് മുതലാക്കുകയായിരുന്നു ആ വഴിക്ക് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകാർ. അതെങ്ങനെയാണെന്നല്ലേ, അതായത് ഈ കട്ടപ്പനയിൽ നിന്ന് തങ്കമണിക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തങ്കമണി തന്നെ ഇറക്കി വിടണ്ടേ. പക്ഷേ അവർ ചെയ്തത് തങ്കമണിക്ക് തൊട്ടു മുമ്പുള്ള 2 കിലോമീറ്റർ അപ്പുറമുള്ള പാറമടയിലാണ് എപ്പോഴും ജനങ്ങളെ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫുൾ ചാർജ് എടുക്കുകയും ചെയ്യും. ഇതിന് പല പ്രാവശ്യമായി പലരും ചോദ്യം ചെയ്തെങ്കിലും യാതൊരു ഫലമുണ്ടായില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകിയെങ്കിലും അതിലും യാതൊരു നടപടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഇതിനെതിരെ ചില വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നത്. 1986 ഒക്ടോബർ 21 പതിവ് പോലെ പാറമടയിൽ ബസ് നിർത്തുകയാണ്. യാത്രക്കാരെയെല്ലാം ഇറക്കി വിടുകയാണ്. പക്ഷേ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം ആ ബസ്സിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ബസ് ജീവനക്കാർ അവരോട് ചോദ്യം ചെയ്യുകയാണ്. അതിന് അവർ പറഞ്ഞ മറുപടി, അതായത് വിദ്യാർത്ഥികൾ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾക്ക് തങ്കമണിക്കാണ് പോകേണ്ടത്, ഞങ്ങൾ തങ്കമണി വരെ ഒരു ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തങ്കമണിയിൽ തന്നെ ഞങ്ങളാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ബസ്സിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ വാക്ക് തർക്കമാകുകയാണ്. ആ ബസ് ജീവനക്കാരിൽ ഒരാൾ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ആ ബസ്സിൻ്റെ പുറത്തേക്ക് തള്ളിവിടുകയുമാണ്. എന്നിട്ട് ആ ബസ്സുമായി വീണ്ടും ആ ബസ് ജീവനക്കാർ കട്ടപ്പനയിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നും കാര്യങ്ങളൊക്കെ വഷളാവുകയാണ്. അതായത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ തങ്കമണി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ആ എലൈറ്റ് ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് പാറമടയിൽ. അങ്ങനെ എലൈറ്റ് ബസ് എത്തുകയാണ്. നാട്ടുകാരെല്ലാം കൂടിയിട്ട് ആ എലൈറ്റ് ബസ്സിനെ നിർബന്ധിച്ച് ആ തങ്കമണി ഗ്രാമത്തിൽ എത്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ ബസ് ജീവനക്കാരോട്, നിങ്ങൾ ഈ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് ബസ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഇക്കാര്യങ്ങളൊക്കെ എലൈറ്റ് ദേവസ്യയെ അറിയുകയാണ്. എലൈറ്റ് ദേവസ്യ കുറച്ച് പിടിപാടൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പീരുമേട് CI ആയിരുന്ന IC തമ്പാനുമായി ആ എലൈറ്റ് ദേവസ്യ തങ്കമണി ടൗണിലെത്തുകയാണ്. ആ ബസ് അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങളെല്ലാം അതിനെ എതിർക്കുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വഷളായപ്പോൾ അന്നത്തെ അവിടുത്തെ പള്ളി വികാരി, അതായത് തങ്കമണിയിലെ പള്ളി വികാരിയും പഞ്ചായത്ത് പ്രസിഡന്റുമല്ല ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. IC തമ്പാനുമായി സംസാരിച്ചെങ്കിലും യാതൊരു നീക്കുപോക്കും ഉണ്ടായില്ല. അങ്ങനെ IC തമ്പാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ അവിടെ ലാത്തി വീശുകയാണ്. ധാരാളം പേർക്ക് പരിക്കേൽക്കുകയാണ്. പോലീസുകാരുടെ ഈ അതിക്രൂരത കുറച്ചു നേരം ചെറുത്തുന്ന നാട്ടുകാർ പോലീസുകാർക്ക് നേരെ തിരികെയാണ്. അവിടെ ഉണ്ടായിരുന്ന കല്ലൊക്കെ എടുത്തെറിഞ്ഞ് പോലീസുകാരെ അവിടെ നിന്നും ആട്ടി ഓടിക്കുകയാണ്. ഇത് IC തമ്പാനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ, അതായത് ഒക്ടോബർ 22 ധാരാളം പോലീസുകാരുമായിട്ട് IC തമ്പാൻ അവിടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ മേൽ വെടിയുതിർക്കുകയുമാണ്. ആ ഒരു വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഉടുമ്പയ്ക്കൽ മാത്യു എന്ന ആൾക്ക് 2 കാലുകൾ നഷ്ടപ്പെടുകയാണ്. പേടിച്ചരണ്ട തങ്കമണി ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാം ഓടി ഒളിക്കുകയാണ്. ആ സമയത്തിൽ ഈ പോലീസുകാരെല്ലാം, അവിടെ ഉണ്ടായിരുന്ന 100-150 പോലീസുകാരെല്ലാം കൂടിയിട്ട് ഓരോ വീട്ടിലും കയറിറങ്ങി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നും ചിലരെ ബലാത്സംഗം ചെയ്തെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ആളിക്കത്തുകയാണ്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്കിയ ഒരു സംഭവമായിരുന്നു തങ്കമണി കേസ് എന്ന് പറയുന്നത്. അതായത് അന്ന് ഭരിച്ചിരുന്നത് UDF സർക്കാരായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ശ്രീ കരുണാകരനായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കുകയാണ് വൻഭൂരിപക്ഷത്തോടെ. ഇതിനെല്ലാം കാരണമായ എലൈറ്റ് ദേവസ്യ എന്ന ബസ് ഉടമയ്ക്ക് എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അയാളാണ് സൂര്യനെല്ലി കേസിലെ പ്രധാന പ്രതിയാവുന്നത്. പിന്നീട് അയാൾ ഒളിവിൽ പോകുകയാണ്. പിന്നീട് ആരും എലൈറ്റ് ദേവസ്യ കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ദിലീപ് നായകനാകുന്ന തങ്കമണി എന്ന സിനിമ തിയേറ്ററിലെത്തുകയാണ്. അതിൽ വില്ലൻ ആരാണ്, നായകൻ ആരാണ്, എന്താണ് അന്ന് രാത്രിയിൽ തങ്കമണിയിൽ സംഭവിച്ചത്, ഇതൊക്കെ കാണണമെങ്കിൽ സിനിമ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇത്തരം പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ കണ്ടുകൊണ്ടാകും പുതിയൊരു ഇൻഫർമേഷനുമായിട്ട്. ടേക്ക് കെയർ, ബൈ.